ഈ വർഷത്തെ കൊട്ടിയൂർ മഹോത്സവത്തിലെ വൈശാഖോത്സവത്തിന്റെ ആദ്യത്തെ ശിവേലിക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. അപ്പോൾ ഇതാ ആനപ്പുറത്ത് തിടമ്പേറ്റി കഴിഞ്ഞു. ഇനി ശിവേലി, അതായത് ഈ വർഷത്തെ 2025 വൈശാഖോത്സവത്തിലെ ആദ്യത്തെ ശിവേലിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടുത്തെ ശിവേലി 30-ാം തീയതി വരെയുള്ള ശിവേലി ആനപ്പുറത്ത് തന്നെയാണ് ഉണ്ടാവുക. ഭഗവതിയുടെ വിഗ്രഹവും ഭഗവാന്റെ തിടമ്പും രണ്ടുമാണ്, ശിവേലി ബിംബങ്ങളാണ് ഇപ്പോൾ ആനപ്പുറത്ത് എഴുന്നള്ളിയിരിക്കുന്നത്. രണ്ട് ബിംബങ്ങളുമായിട്ടുള്ള ഇനിയൊരു പ്രദക്ഷിണമാണ്. പ്രദക്ഷിണം വളരെയേറെ നേരം ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ നിഷ്ഠകൾ, അതായത് കൃത്യമായൊരു സമയം ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ശിവേലി ഇത് ഓരോ തവണത്തെയും പൂജകൾ വ്യത്യസ്തമായിട്ടായിരിക്കും. ഈ കഴിഞ്ഞ വർഷത്തെ പൂജകൾ, അതായത് 28 ദിവസത്തെ കഴിഞ്ഞ വർഷത്തെ ഉത്സവം പൂർത്തിയായി തൃക്കലശാത്ത് കഴിഞ്ഞ് അഷ്ടബന്ധമിട്ട് മൂടിയ നാളം തുറന്നുകൊണ്ട് ഈ ഒരു സ്വയംഭൂ ശിവലിംഗത്തെ ഉണർത്തിയതിനു ശേഷം പിന്നീട് ഇതുവരെയും നടന്നത് കഴിഞ്ഞ വർഷത്തെ പൂജകളായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പൂജകൾ ഏതാണ്ട് വൈകുന്നേരം 3 മണി 4 മണി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വർഷത്തെ പൂജകൾ ആരംഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ക്ഷേത്രഭൂമിയിൽ ദർശനത്തിനെത്തുന്നവർക്കുണ്ടായ ഒരു മഹാഭാഗ്യം എന്താണെന്ന് വെച്ചാൽ 2 ഉത്സവങ്ങൾ കാണാനായി എന്നുള്ളതാണ്. 2 പൂജകൾ, അതായത് ഇന്നത്തെ ദിവസം വൈശാഖോത്സവത്തിന് ആദ്യത്തെ ദിവസം ഇവിടെ രാവിലെ തന്നെ എത്തിയവർക്ക് 2 വർഷത്തെയും ഉത്സവങ്ങൾ 2024 കഴിഞ്ഞ വർഷത്തെ ബാക്കിയുള്ള പൂജാതി കാര്യങ്ങളും പിന്നെ ഈ വർഷത്തെ പുതിയ പൂജകളും ഒരുമിച്ച് കാണാനായി എന്നുള്ളത് വിശേഷമാണ്. അങ്ങനെ വിശേഷാലുള്ള പൂജകളോട് കൂടിയിട്ട് ശിവേലി ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് ആ ശിവേലിക്ക് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്മാറക്കലിന്റെ അടുത്താണ്. അമ്മാറക്കൽ എന്ന് പറഞ്ഞാൽ അമ്മ മറഞ്ഞ കല്ല്, സതീദേവി മറഞ്ഞ ആ കല്ല് ഇവിടെ നമുക്ക് സാന്നിധ്യമായിട്ട് കാണാനാകും. ആ കല്ലിനരികിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ശിവേലി കാണുന്നത്. ഇതിനപ്പുറത്ത് ആ അരയാൽ നിൽക്കുന്നതിന് ചുറ്റുമായിട്ട് പ്രദക്ഷിണവും ഒക്കെ കണ്ടുകൊണ്ട് ഒരു പ്രത്യേകമായ നിഷ്ഠയോടുകൂടി ചിട്ടയോടുകൂടി വാളം പരിചയം ഏന്തിയവർ ആദ്യം നിൽക്കുകയും ശംഖേന്തിയാൽ പുറത്തും പ്രത്യേകമായ വാദ്യങ്ങളോടുകൂടി ഉള്ള ഈ ശിവേലി എല്ലാ പൂജാരികളെല്ലാം എപ്പോഴും ഒപ്പം ഉണ്ടാകണം എന്നുള്ളതും, അതുപോലെ ഇതിൻ പ്രകാരം തന്നെ ഇപ്പോൾ എത്ര സമയമായാലും എത്ര വൈകിട്ടാണെങ്കിലും ഈ നിഷ്ഠകൾ ഇതുപോലെ തന്നെ. ഇതിൽ ആരൊക്കെയാണോ കൊടപിടിച്ച് നിൽക്കേണ്ടത്, ആരൊക്കെയാണോ സ്ഥാനികരായിട്ടുള്ളത്, അവരൊക്കെ തന്നെ നിൽക്കണം എന്നുള്ളത് ഒരു കാലത്ത് മാറാൻ പാടില്ലാത്ത രീതിയിലാണ് കൊട്ടിയൂരുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവേലി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അനുഷ്ഠാനത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാം ഇവിടെ. പാലുകാച്ചി മലകളുടെ പശ്ചാത്തലത്തിൽ ആ നീല നിറത്തിൽ മലകൾ കാണാണ്. അതിനും അടുത്ത് പച്ച നിറത്തിൽ മരങ്ങൾ, അതിനും നടുവിലായി തിരുവഞ്ചിറ എന്ന ഗംഭീര ഭാവം. തിരുവഞ്ചിറയെ എങ്ങനെ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കും? നമുക്ക് ഒരിക്കലും പറഞ്ഞു തീരാനാകാത്ത അത്രയും ചൈതന്യത്തോടു കൂടി നിൽക്കുന്ന ഈ കാഴ്ച മനുഷ്യജന്മത്തിന്റെ മഹാപുണ്യങ്ങളിൽ ഒന്നായി തന്നെ നമ്മൾ മനസ്സിലാക്കണം.
ഈ തിരുവഞ്ചിറ, രുദ്രംചിറ എന്നുകൂടി അറിയപ്പെടുന്ന തിരുവഞ്ചിറയിൽ ദക്ഷ പ്രജാപതിയുടെ യാഗത്തിന്റെ സാന്നിധ്യ ചൈതന്യങ്ങളുമായി ആണ് ഐതിഹ്യങ്ങൾ ആരംഭിക്കുന്നത്. ദക്ഷ പ്രജാപതിയുടെ യാഗം, ദക്ഷ പ്രജാപതി യഥാർത്ഥത്തിൽ എല്ലാ വിധത്തിലും തയ്യാറായിക്കൊണ്ടാണ് യാഗഭൂമിയിലേക്ക് എത്തിയത്. പക്ഷെ ആ യാഗം മുടങ്ങിപ്പോയി എങ്കിലും, ആ തത്സമയം മുടങ്ങിപ്പോയി എങ്കിലും പിന്നീട് അത് പുനരാരംഭിച്ചപ്പോൾ വൈശാഖോത്സവമായി മാറി. ശരിക്കും ദക്ഷ പ്രജാപതിയുടെ യാഗമാണ് വൈശാഖോത്സവമായി പരിവർത്തിച്ചത്. അതിനുശേഷം പിന്നീട് പരശുരാമനാണ് വൈശാഖോത്സവം ഇവിടെ നടത്തുന്നത്. പരശുരാമന് ശേഷം ശങ്കരാചാര്യരുടെ കാലത്ത് വൈശാഖോത്സവം നടന്നിട്ടുണ്ട്. കലിയുഗത്തിന്റെ മഹാപുണ്യങ്ങളായി വർഷാവർഷം നമുക്കിത് കാണാനാവുകയാണ്. പണ്ട് കാലത്ത് വൈശാഖോത്സവം നടന്നിട്ട്, ദക്ഷ പ്രജാപതിയുടെ യാഗകാലത്ത് വൈശാഖോത്സവം നടന്നതിന് ശേഷം പിന്നീട് വനപ്രദേശമായി മൂടിപ്പോയത്. അത് കഴിഞ്ഞ് പിന്നീട് പരശുരാമൻ കലിയെ ബന്ധിച്ച് ഇവിടെ വന്ന് കലിയെ മോചിപ്പിക്കണമെന്ന് ദേവന്മാരെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ വൈശാഖോത്സവം നടത്താൻ അനുവദിക്കുകയാണെങ്കിൽ മോചിപ്പിക്കാമെന്ന് പറയുകയും അങ്ങനെ പരശുരാമന് വേണ്ടി ദേവന്മാരെല്ലാം ഒത്തുചേർന്ന് കൂടിയ ഊരായ കൊട്ടിയൂരിൽ വന്ന് യാഗം നടത്തുകയും വൈശാഖോത്സവം നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് രണ്ടാമത്തെ വൈശാഖോത്സവം നടക്കുന്നതെന്നാണ്. പക്ഷെ മൂന്നാമത്തെ വൈശാഖോത്സവം ആയപ്പോഴേക്കും അത് കലിയുഗത്തിലേക്ക് എത്തി, കലിയുഗത്തിൽ നിരന്തരമായിട്ട് എല്ലാ വർഷവും നടത്തുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അനുഗ്രഹങ്ങളുടെ വൈശാഖോത്സവം ആരംഭിക്കുമ്പോൾ 28 ദിവസം മഹാമുക്തിയുടെ പ്രയാണത്തെ നമ്മൾ അറിയുമ്പോൾ ആ മുക്തിയിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് ചേർത്ത് വെക്കുവാനാകുന്ന കാഴ്ചകളുമായി നിൽക്കുകയാണ് നമ്മളുടെ കൊട്ടിയൂരിലെ ഈ ശീവേലിയുടെ കാഴ്ചകൾ. ശീവേലി എന്ന പൂജാ സമ്പ്രദായത്തിലൂടെ ശ്രീഭൂതബലി ആണ് സംഭവിക്കുന്നത്. ഇവിടെ ഈ പഞ്ചഭൂതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സർവ്വതത്വങ്ങൾക്കും ഇവിടെ ബലിയർപ്പിക്കുകയാണ്. എല്ലാ പൂജകളും നടക്കുകയാണ്. നമുക്ക് സശ്രദ്ധം കുറച്ചു നേരം വീക്ഷിക്കാം ഇവിടെ നടക്കുന്ന ചടങ്ങുകളെ.